എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്യാസ് കയറുന്നത് ഇന്ന് വളരെ കോമൺ ആണ്. നെഞ്ചെരിച്ചില്, വയറ് വീർക്കല്, ഇതൊക്കെ ഇതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതിനെ അനുബന്ധിച്ചിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഇന്ന് ഇന്റർനെറ്റിൽ. എന്നാൽ ഇത് നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുക? അതല്ലാത്ത പക്ഷം വയറ് വീർക്കുക എന്നുള്ള കണ്ടീഷൻ വളരെ കോമൺ ആണ്. പേഷ്യൻസ് ഇന്ന് നമുക്ക് ഒ പിയിൽ വരുന്ന സാഹചര്യങ്ങളിൽ നെഞ്ചെരിച്ചിൽ, പുളിച്ചതായിട്ടല്ല, ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടുത്ത കോമൺ ആയിട്ട് ഇന്ന് യങ്സ്റ്റേഴ്സിനും പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വയറ് വീർക്കുക എന്നുള്ളൊരു കണ്ടീഷൻ. ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നിന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഗ്യാസ് എന്ന് പറയുന്നത് ശരിക്ക് എന്താണ് എന്നുള്ളത്. എയർ തന്നെയാണ്. അത് നമുക്കറിയാം, കുറേ തരത്തിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എത്തുന്നുണ്ട്. ഒന്ന്, നമ്മൾ സംസാരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് വഴി നമ്മുടെ ഡൈജഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗ്യാസ് ഐറ്റംസ്, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വാതകങ്ങളൊക്കെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ കെട്ടിക്കിടക്കുന്നത്, എങ്ങനെ ഇത് നമുക്ക് ഒഴിവാക്കി കളയാം എന്നുള്ളതും കൂടെ ഒന്ന് നോക്കേണ്ടത് അനിവാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇന്ന് എല്ലാവരും ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങി. കുറേ നേരമുള്ള ഇരുത്തം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വയറിൽ ഗ്യാസ് കെട്ടിക്കിടക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. അത് ഒഴിവാക്കാൻ നമ്മൾ രാവിലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ്, നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസ് പറഞ്ഞു തരാം. നമ്മൾ ബെഡിൽ ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് നിവർന്നിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. ആ നിവർന്ന് കിടക്കുമ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് നന്നായിട്ട് മുട്ട് മടക്കിക്കൊണ്ട് വയറിൻ്റെ നെഞ്ചോട് ചേർത്ത് മുട്ട് കൊണ്ടുവരാം, മടക്കിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇൻഹെയിൽ ചെയ്യാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടത് എയർ ഒഴിവാക്കി വിടുക. നമുക്ക് എക്സെയിൽ ചെയ്ത് വിടുക. വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇൻഹെയിൽ ചെയ്യുക, ഒന്ന് എക്സെയിൽ ചെയ്യുക. ഇതേപോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 4-5 തവണ ഇതേപോലെ ചെയ്യുന്നത്, സെറ്റുകളാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കുക. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടക്കുന്ന സമയത്ത് ഈ മുട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്തോട്ട് ചേർത്ത് വരുന്ന രീതിയിൽ കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടന്നിട്ട് കൈ നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എക്സെയിൽ ചെയ്ത് വിടുക. വീണ്ടും ഇൻഹെയിൽ ചെയ്യാം, എക്സെയിൽ ചെയ്യുക. ഇതേപോലെ ഒരു 4-5 സെറ്റുകളാക്കിയിട്ട് നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഒരു മാറ്റം കാണുന്നതായിട്ട് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലിൽ തന്നെ ചേഞ്ച് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന സമയത്ത് എണ്ണ എടുക്കുക. വെളിച്ചെണ്ണയോ നോർമൽ എന്തെങ്കിലും എണ്ണയായാലും കുഴപ്പമില്ല. എണ്ണ എടുത്തതിന് ശേഷം വയറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വയറിൽ എണ്ണ ആക്കിയതിന് ശേഷം നന്നായിട്ട് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും പലപ്പോഴും നമ്മുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് പോവാനും നീർക്കെട്ട് പോവാനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള 2 ടിപ്പാണ്. ഇത് നിങ്ങളൊന്ന് 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ കാണാൻ പറ്റും. വയറിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസാണ്, അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് കീഴ്വായു നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതൊന്നും പോവാതെ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു ഫീലാണ്. ഡോക്ടറെ, ഇനി ഇത് പോകാൻ എന്താ ചെയ്യുക എന്നുള്ളതായിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് തന്നെ എന്തായാലും അറിയിക്കും. ഇനി ഇത് കൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിലുള്ള ചേഞ്ചസ് വരുത്തേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം അല്ലാത്ത പക്ഷം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യുകയും അത് അവിടെ കെട്ടിക്കിടക്കാൻ സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആയിട്ട് നമ്മൾ ഒത്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഏമ്പക്കമായിട്ട് വരുന്നത് അത് ഗ്യാസാണ്. ഈ ഗ്യാസ് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് ലോവർ അബ്ഡമൻ വയറിലോട്ട് ഇറങ്ങുകയും അത് പലപ്പോഴും അവിടെ ഇവിടെയും കെട്ടിക്കിടക്കാൻ സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, കാര്യങ്ങൾ, ഓയിലിൽ വറുത്തത്, പൊരിച്ചത്, ബേക്കറി ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യാറുള്ള, അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ മീനും തൈരും ഒക്കെ ഒരുമിച്ച് കഴിക്കരുത്, പല ഭക്ഷണങ്ങളും അങ്ങനെ കോമ്പിനേഷൻ ഫുഡായിട്ട് കഴിക്കരുത്, ഇൻകോമ്പാക്റ്റബിൾ ഫുഡ് എന്നാണ് ഇതിന് പറയുന്നത്.
അങ്ങനെ കഴിക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടായിരിക്കുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് കുറച്ച് എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഫിഷ്, തൈര് നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ ചായ, കാപ്പി ഇത് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അതുപോലെ പാലും പുളിയുള്ള ആഹാരങ്ങളും ഒരുമിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് നമ്മുടെ ഡൈജഷനെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. ദഹന പ്രക്രിയ ഒരു സമയമുണ്ടല്ലോ, അത് പലപ്പോഴും കുറയ്ക്കാൻ ഇടയാവുകയും ഇതിനെ തുടർന്നുണ്ടാകുന്ന ഗ്യാസ് അവിടെ കെട്ടിക്കിടക്കാൻ സാഹചര്യം ഉണ്ടാവുകയും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ചിലത് ചൂടുള്ള ഭക്ഷണം വയറിന് ചൂടാക്കുന്ന, എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഉലുവ, അതുപോലെ ചിക്കൻ, മീറ്റ്, ഇതൊക്കെ വയറിന് പൊതുവെ ഒരു ചൂട് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണല്ലോ. ഈ ചൂട് കൊടുക്കുന്ന ഭക്ഷണങ്ങളും തണുത്ത ഭക്ഷണങ്ങളും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് പലപ്പോഴും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം ഒരു 1 to 2 hour ഒരു ഗ്യാപ്പ് ഇട്ട് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്കതിൽ എക്സാമ്പിൾ എടുക്കാവുന്ന ഒന്നാണ് പാലും അതുപോലെ തന്നെ മീനും. ഇത് മാക്സിമം ഒരുമിച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് നെയ്യും അതുപോലെ തേനും. ഇതൊക്കെ ഒരുമിച്ച് കഴിക്കുന്നത് പലപ്പോഴും ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ കാരണമാക്കുകയും ഇത് ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂട്ടാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ പ്രീബയോട്ടിക്കുകളും പ്രോബയോട്ടിക്കുകളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അത് കൂടുതൽ കൊഴുപ്പ് സോല്യൂബിൾ ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള വെണ്ടയ്ക്ക, വഴുതനങ്ങ, ക്യാബേജ്, ചേന, ചേമ്പ് ഒക്കെ പോലെ വഴുവഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് വഴി നല്ല ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും അത് പലപ്പോഴും ഡൈജഷൻ ക്ലിയർ ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്കൂ. നിങ്ങളുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് പോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് എന്നെ എന്തായാലും അറിയിക്കും. ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.